Hello guys, welcome back to my YouTube channel. So നമ്മൾ നോക്കാൻ പോകുന്നത് ടെട്രാസൈക്ലിൻ ആണ്. ടെട്രാസൈക്ലിൻ എന്ന് പറയുമ്പോൾ എന്താ അതൊരു ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉള്ള നോക്കാമല്ലേ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ 20-year-old pregnant woman developed a mild bacterial upper respiratory tract infection. She was given CAP, tetracycline 250 mg thrice daily for 3 days. Answer the following question. First one, comment on the treatment of a mild bacterial infection. Comment on the use of tetracycline in pregnancies. And if it were a severe infection, what would be the choice of antibiotics in the pregnant woman? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ടെട്രാസൈക്ലിൻ ക്ലിനിക്കലി എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈ ഫാർമക്കോളജിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയഗ്നോസിസ് ഏത് ഡ്രഗാണ് യൂസ് ചെയ്യുന്നത് ഓൾറെഡി തന്നിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, അഡ്വേഴ്സ് എഫക്ട് യൂസസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്യൂമറേറ്റ് ടെട്രാസൈക്ലിൻ ആൻഡ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിച്ചിട്ടുണ്ട്, തെറാപ്യൂട്ടിക് യൂസ് ആൻഡ് അഡ്വേഴ്സ് എഫക്ട്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫാർമക്കോളജിയിൽ കൂടുതലായിട്ട് വരുന്നത്. സോ ഇപ്പോൾ ഒരു ഡ്രഗ് പഠിക്കുമ്പോഴും അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? അതിൻ്റെ യൂസസ് നമുക്ക് മനസ്സിലാവും. യൂസസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിലി നമുക്ക് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസും എഴുതാൻ പറ്റും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. യൂസസ് ഓഫ് ടെട്രാസൈക്ലിൻ ഓർത്തു വെക്കാനുള്ള ഒരു നിമോണിക്കാണ്. ആഫ്റ്റർ പെയിൻഫുൾ കാറ്ററാക്ട് സർജറി പേഷ്യൻ്റ് ഗോട്ട് ബ്ലൈൻഡ് ക്യൂർഡ്. ഇത് റെഡ് ലെറ്റേഴ്സിൽ എഴുതിയതാണ്. ഇനി വരാൻ പോകുന്ന ഓരോ യൂസസിൻ്റെ ഫസ്റ്റ് ലെറ്റർ. ഓക്കെ, ആഫ്റ്റർ പെയിൻലെസ് കാറ്ററാക്ട് സർജറി പേഷ്യൻ്റ് ഗോട്ട് ബ്ലൈൻഡ്നെസ് ക്യൂർഡ്. ഇത് ഈ ഒരു ന്യൂമോണിക് ഓർത്ത് വെക്കാം. ദെൻ എ ഫോർ എ ടിപ്പിക്കൽ ന്യൂമോണിയ. അപ്പോൾ എ ടിപ്പിക്കൽ ന്യൂമോണിയയുടെ ഡ്രഗ് ഓഫ് ചോയ്സാണ് ടെട്രാസൈക്ലിൻ. ദാറ്റ് ഈസ് വൈ ഇത് യൂസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ദെൻ പ്ലേഗിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സാണ് എലോങ് വിത്ത് ദി കോമ്പിനേഷൻ ഓഫ് അമിനോഗ്ലൈക്കോസിനോട് കോമ്പൈൻ ചെയ്തിട്ടാണ് പ്ലേഗിൽ കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ടെട്രാസൈക്ലിൻ ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ പ്ലേഗ്. അപ്പം ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ ഏതൊക്കെ ഡിസീസിലാണെന്ന്. അപ്പോൾ എന്തൊക്കെ പറയാം? എ ടിപ്പിക്കൽ ന്യൂമോണിയ, പ്ലേഗ്, പിന്നെ ഇത് കൂടാതെ റിക്കറ്റ്സിയെ, കോളറ, ഗ്രാനുലോമ ഇൻഗ്വിനൈൽ ആൻഡ് ബ്രൂസെല്ലോസിസ്. ഇത്രയും ഡിസീസിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് എന്ത്? ടെട്രാസൈക്ലിൻ. എന്തൊക്കെയാണ്? എ ടിപ്പിക്കൽ ന്യൂമോണിയ, പ്ലേഗ്, ക്ലമീഡിയൽ ഇൻഫെക്ഷൻസ്, റിക്കറ്റ്സിയെ, കോളറ, ഗ്രാനുലോമ ഇൻഗ്വിനൈൽ ആൻഡ് ബ്രൂസെല്ലോസിസ്. നമുക്കിനിയും ഓരോ ഡിസീസിനെ കുറിച്ച് പറയാം. യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസസ് എന്ന് പറയുമ്പം എ ടിപ്പിക്കൽ ന്യൂമോണിയൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഡ്രഗ് ഓഫ് ചോയ്സ്. പ്ലേഗിലും ഡ്രഗ് ഓഫ് ചോയ്സിലാണ് എലോങ് വിത്ത് ദി അമിനോഗ്ലൈക്കോസൈഡ്സ്. ദെൻ ക്ലമീഡിയൽ ഇൻഫെക്ഷൻസിലാണെങ്കിൽ ക്ലമീഡിയൽ ഇൻഫെക്ഷനിലും ദേ ആർ ദി ഡ്രഗ് ഓഫ് ചോയ്സ്. ക്ലമീഡിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ലിംഫോഗ്രാനുലോമ വെനീറം, ട്രക്കോമ, ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ്, യുറേത്രൈറ്റിസ്, സെർവിസൈറ്റിസ്, ക്ലമീഡിയൽ ന്യൂമോണിയ. ദീസ് ആർ ദി things included under chlamydial infections. Lymphogranuloma venereum, that is LGV എന്ന് വിളിക്കും. ട്രക്കോമ, ഇൻക്ലൂഷൻ കൺജങ്ക്റ്റിവൈറ്റിസ്, യുറേത്രൈറ്റിസ്, സെർവിസൈറ്റിസ്, ക്ലമീഡിയൽ ന്യൂമോണിയ, സിറ്റാക്കോസിസ്. ദെൻ നെക്സ്റ്റ് ഇസ് ആക്നെ. ഈ പ്രൊപ്യോണി ബാക്ടീരിയം is a sebaceous follicle. Propionibacterium bacterium in the sebaceous follicle will metabolize the lipid in the sebum into irritating free fatty acid, and this irritating free fatty acid will cause inflammation, and this inflammation and form comedones and forming comedones പറയുമ്പോൾ എന്താ? ബ്ലാക്ക് ഹെഡ്സ് ഫോം ചെയ്യും, റിസൾട്ടിങ് ഇൻ ടെട്രാസൈക്ലിൻ ഇൻഹിബിറ്റിംഗ് ദി പ്രൊപ്യോണിക് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ? പ്രൊപ്യോണിക് ബാക്ടീരിയ ഉണ്ടല്ലോ, ഈ പ്രൊപ്യോണിക് ബാക്ടീരിയ സെബേഷ്യസ് ഫോളിക്കിൾസിലൊക്കെ കാണുന്ന പ്രൊപ്യോണിക് ബാക്ടീരിയ വിൽ മെറ്റബോളൈസസ് ദി ലിപ്പിഡ്. അവിടെയുള്ള ലിപ്പിഡ്സിൽ അവർ മെറ്റബോളൈസ് ചെയ്ത് ഫ്രീ ഫാറ്റി, ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഫ്രീ ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദിസ് ഇറിറ്റേറ്റിംഗ് ഫ്രീ ഫാറ്റി ആസിഡ് കോസസ് ഇൻഫ്ലമേഷൻ ആൻഡ് ദസ് ഫോംസ് കോമിഡോൺസ്. കോമിഡോൺസ് പറയുമ്പോൾ ബ്ലാക്ക് ഹെഡ്സ്. ആൻഡ് thus tetracycline is useful because tetracycline will inhibit the propionic bacterium. Next is tularemia. എന്ന് പറയുമ്പോൾ ടെട്രാസൈക്ലിൻ ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് ഇൻ tularemia along with the aminoglycosides. ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് പറയുന്നില്ല, ബട്ട് ദേ ആർ യൂസ്ഫുൾ ഇൻ tularemia also. Then അമീബിയാസിസ് ആൻഡ് മലേറിയ. അമീബിയാസിസിലാണെങ്കിൽ ക്രോണിക് ഇൻഡസ്റ്റൈനൽ അമീബിയാസിസിൽ ഇത് യൂസ്ഫുൾ ആണ്. മലേറിയയിലാണെങ്കിൽ ബിക്കോസ് ഓഫ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ടെട്രാസൈക്ലിൻ ഇസ് യൂസ്ഡ് അലോങ് വിത്ത് ഫസ്റ്റ് ലൈൻ ഡ്രഗ്സ്. റിക്കറ്റ്സിയയിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ടെട്രാസൈക്ലിൻ. ദേ ആർ റിക്കറ്റ്സിയ എന്ന് പറയുമ്പോൾ എന്തൊക്കെ റിക്കറ്റ്സിയ ഇൻക്ലൂഡ് ആണ്? ടിക്, ടൈഫസ്, ക്യൂ ഫീവർ, റോക്കി മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ. ഇതിനൊക്കെ
റിക്കറ്റ്സിയിൽ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ദെൻ എ ഡി എച്ച് സെക്രീഷൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡയബറ്റിക് ഇൻസിപ്പിഡസ്, ദേ വിൽ ഇൻഹിബിറ്റ് ദി ആക്ഷൻ ഓഫ് എ ഡി എച്ച് ഓൺ ദി കിഡ്നി. ദെൻ കോളറയിൽ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് എ ഡ്രഗ് ഓഫ് ചോയ്സ് വിച്ച് ഇറ്റ് വിൽ ഡിക്രീസ് ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ് ആൻഡ് ഡീഹൈഡ്രേഷൻ. ദേ വിൽ റെഡ്യൂസ് ഡീഹൈഡ്രേഷൻ ആസ് വെൽ as ഡിക്രീസസ് ദി ഡ്യൂറേഷൻ ഓഫ് ഇൽനെസ്. ദെൻ ടോപ്പിക്കൽ യൂസ് ആയിട്ട് ഐ ഇൻഫെക്ഷൻ കേസ് ഇറ്റ് ഈസ് യൂസ് ആസ് എ ടോപ്പിക്കൽ യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ എസ് ടി ഡി, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഡിസീസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്? സിഫിലിസ്, ഗൊണോറിയ ആൻഡ് ഷാൻക്രോയിഡ്, സിഫിലിസ് ആൻഡ് ഗൊണോറിയയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോട്ടോസോവൽ ഇൻഫെക്ഷൻസ് ലൈക്ക് അമീബിയാസിസ് ആൻഡ് മലേറിയ, ഇത് ഓൾറെഡി പറഞ്ഞിരുന്നു. ദെൻ ഗ്രാനുലോമ ഇൻക്വിനിയൽ ഡിസീസിലെ ഡ്രഗ് ഓഫ് ചോയ്സ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. അതർ ഡിസീസസ് ലൈക്ക് ലൈംസ് ഡിസീസ് ആൻഡ് ലെപ്റ്റോസ്പൈറ. ദെൻ ട്രാവലേഴ്സ് ഡയറിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബ്രൂസെല്ലോസിസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലമീഡിയൽ ന്യൂമോണിയയിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു ടിപ്പാണ്. ആഫ്റ്റർ പെയിൻലെസ് കാറ്ററാക്ട് ദി പേഷ്യൻറ്റ് കോട്ട് surgery, like after painless cataract surgery, patient got blindness cured. ഇങ്ങനെ ഓർത്ത് വെക്കാം. ദാറ്റ് ഇസ് എറ്റിപ്പിക്കൽ ന്യൂമോണിയ, പ്ലേഗ്, chlamydial infection, acne, tularemia, amoebiasis, rickettsia, ADH secretion, cholera, topical use, that is eye ointment, STDs, protozoan infections, granuloma inguinale, others like limb disease, Lyme disease, the leptospira, etc., traveler's diarrhea, brucellosis and chlamydial pneumonia. ഇതാണ് യൂസസ്. ആഫ്റ്റർ പെയിൻലെസ് കാറ്ററാക്ട് സർജറി പേഷ്യൻറ്റ് ഗോട്ട് ബ്ലൈൻഡ്നെസ് ക്യൂർഡ്. ഇത് ഓർത്ത് വെച്ചാൽ മതി. കോൺട്രാ ഇൻഡിക്കേഷൻസ് ഓഫ് ടെട്രാസൈക്ലിൻ എന്തൊക്കെയാണ് വരുന്നത്? പ്രഗ്നൻസി, ലാക്ടേഷൻ ആൻഡ് ചിൽഡ്രൻസിൽ. പ്രഗ്നൻസിയിൽ ഇതെങ്ങനെയാണ്? ദ ഇഫക്റ്റ് ഓൺ ടീത്ത് ആൻഡ് ബോൺസ്, ബിക്കോസ് കാൽഷ്യം കീലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ ദേ ഹാവ് ഇഫക്റ്റ് ഓൺ ടീത്ത് ആൻഡ് ബോൺ. ദെൻ റിസ്ക്, അതായത് ചിൽഡ്രൻസിൽ ദ റിസ്ക് ഓഫ് അക്യൂട്ട് ഹെപ്പാറ്റിക് നെക്രോസിസ് ഇൻ ദി പ്രഗ്നൻറ്റ് വുമൻസ്. ദെൻ റിസ്ക് ഓഫ് സ്യൂഡോ ട്യൂമർ സെറിബ്രൈ ഇൻ ഇൻഫൻറ്റ്. ഇതൊക്കെയാണ് കോൺട്രാ ഇൻഡിക്കേഷൻ ഇൻ പ്രഗ്നൻസി, ലാക്ടേഷൻ ആൻഡ് ചിൽഡ്രൻസ്. ആൻഡ് ദേ ആർ യൂസ്ഡ് കോഷ്യസ്ലി ഇൻ renal and hepatic impairment because they are excreted through kidney as well as their circulation. They will circulate through intrahepatic circulation. So ഈ renal and hepatic impairment ഉള്ള ആൾക്കാർക്ക് they are used with caution. Then doxycycline and മിനോസൈക്ലിനെ കുറിച്ച് പറയാൻ പോവാം. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ എസ് എ ചോദിച്ചാൽ തന്നെ ഡോക്സിസൈക്ലിനും മിനോസൈക്ലിൻ്റെയും ഡിഫറൻസ്, ലൈക്ക് ദാറ്റ് ഓഫ് ടെട്രാസൈക്ലിൻ എന്തുകൊണ്ടാണ് ഡോക്സിസൈക്ലിൻ ആൻഡ് മിനോസൈക്ലിൻ ഈസ് ബെറ്റർ, ആ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡോക്സിസൈക്ലിൻ ആൻഡ് മിനോസൈക്ലിൻ ആർ സെമി സിന്തറ്റിക് ടെട്രാസൈക്ലിൻസ് ആണ്. ഇവർ ഓറലി ആണ് ഗിവൺ ചെയ്യുന്നത്. ദേ ആർ ഗിവൺ എസ് ഓറലി ആൻഡ് ദേ ആർ 95% ആൻഡ് 100% അബ്സോർബ്ഡ്. ഓറലി കൊടുക്കുമ്പോൾ തന്നെ 95% to 100% അബ്സോർബ്ഡ് ആവുന്നുണ്ട്. ദേ ആർ നോട്ട് ഇൻ്റർഫിയർഡ് വിത്ത് ദ ഫുഡ് ഡസ് നോട്ട് ഇൻ്റർഫിയർ വിത്ത് ദർ അബ്സോർപ്ഷൻ ആൻഡ് ബോത്ത് ആർ ഹൈലി ലിപ്പിഡ് സോല്യൂബിൾ. ആണ്, വളരെ ഹൈലി ലൈപ്പിഡ് സോല്യൂബിൾ ആണ്. ദേ ഹാവ് ലോങ് tea half and can be given once daily. Because of long tea half, once daily ആണ് ഇവരുടെ കൊടുക്കുന്നത്. ദെൻ എക്സ്ക്രീറ്റഡ് ത്രൂ ദി ഗട്ട്. അത് നേരത്തെ പറഞ്ഞിരുന്നു, ഫാർമക്കോകൈനറ്റിക്സ് പറഞ്ഞപ്പോഴും പറഞ്ഞു. ഡോക്സിസൈക്ലിനും മിനോസൈക്ലിൻ്റെ പ്രത്യേകത ദേ ആർ എക്സ്ക്രീറ്റഡ് ത്രൂ ദി ഗട്ടാണ്. ഹെൻസ് ക്യാൻ ബി ഗിവൺ ആസ് എ യൂഷ്വൽ ഡോസ് ഈവൻ ഇൻ ദി പ്രസൻസ് ഓഫ് റീനൽ ഇമ്പയർമെൻറ്റ്സ് ഉള്ളവർക്ക് എങ്ങനെ ടെട്രാസൈക്ലിൻ കൊടുക്കും ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ. സോ ദിസ് ഡോക്സിസൈക്ലിൻ ആൻഡ് മിനോസൈക്ലിൻസ് ആർ ദി യൂസ്ഫുൾ ഡ്രഗ്സ് ഫോർ ദം. Why? Because they are excreted through the gut, hence it can be given in usual dose even in the presence of renal impairment. Both can be given as orally and parenterally. Through the doxycycline is preferred for the parenteral use. Then microsomal enzyme induces like barbiturates, phenytoin and ethyl alcohol will hasten the metabolism, thus it will shorten the T-half of doxycycline കൊടുക്കുമ്പോൾ മൈക്രോസോമൽ എൻസൈം ഇൻഡ്യൂസേഴ്സ് ആയിട്ടുള്ള ബാർബിറ്റുറേറ്റ്സ്, ഫിനൈറ്റോയിൻസ്, ഈഥൈൽ ആൽക്കഹോൾസ് ഒക്കെ കൊടുത്ത് എന്ത് പറ്റും? T-half കുറയുമ്പോഴത്തേക്കും നോർമലി നേരത്തെ പറഞ്ഞ ഡോക്സിസൈക്ലിൻ വൺസ് ഡെയിലി കൊടുക്കേണ്ട ഡോക്സിസൈക്ലിൻ കൂടുതൽ കൊടുക്കേണ്ടി വരും. ബിക്കോസ് T-half കുറയുമല്ലോ, ആക്ഷൻ കുറഞ്ഞു, ഡ്യൂറേഷൻ ഓഫ് ടൈം. ദെൻ മിനോസൈക്ലിൻ എന്ന് പറയുമ്പോൾ ദേ കോസസ് വെസ്റ്റിബുലാർ toxicity characterized by vertigo, dizziness, ataxia, nausea and vomiting. So the minocycline will causes vestibular toxicity. Then minocycline can be used to eradicate meningococcal carrier state. meningococcal carrier state ni eradicate ചെയ്യാൻ വേണ്ടി എന്താ കൊടുക്കുന്നത്? മിനോസൈക്ലിൻസ് ആണ് കൊടുക്കുന്നത്. And that is to eradicate the meningococcals from the nasopharynx of the
carriers. Then doxycycline is preferred for the post-exposure prophylaxis of anthrax. P anthrax എന്ന് പറയും, bacillary anthrax. ഇതിനൊക്കെ post-exposure prophylaxis ആയിട്ട് ഡോക്സിസൈക്ലിനെ കൊടുക്കുന്നത്. This is a comparison about tetracycline and doxycycline. First of all, source എടുക്കുകയാണെങ്കിൽ തന്നെ tetracycline is semi-synthetic as well as doxycycline is also semi-synthetic. Tetracycline's intestinal absorption എടുക്കും, they are incompletely absorbed, whereas doxycyclines are completely absorbed. Bioavailability എടുക്കുമ്പോൾ tetracycline has 75% of bioavailability, whereas doxycycline is having 95% of bioavailability. Lipid solubility ആണെങ്കിലോ doxycycline very high lipid solubility than tetracycline. Plasma DHAP is longer for the doxycycline than tetracycline. ഇതുകൊണ്ടാണ് doxycycline is preferred more. Then dose and frequency of administration ഇവിടെ 200 mg start, ഇവിടെ tetracycline ആണെങ്കിൽ 500 mg QID. Then route of excretion of doxycycline is through gut, whereas tetracycline is through kidney. Safety in renal impairment വരുന്ന ഏതിനാ doxycycline, because they are excreted through gut. Then inhibition of intestinal flora എന്ന് പറയുമ്പോഴത്തേക്കും they are significant in tetracycline, whereas not in the low in the doxycycline. Then phototoxicity is high in the doxycycline and they are low in the tetracycline. So this is about the difference between tetracycline and doxycycline drug comparison ആയിരുന്നു ഇത്. This is about the tetracycline, and next video വരുന്നത് chloramphenicol കുറിച്ചിട്ടാണ്. Thank you for watching.